ഹായ് ഓൾ, എൻ്റെ പേര് മുഷീഫ. ഞാൻ ഈ കഴിഞ്ഞ നവംബർ 27-നാണ് എമോജി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. താങ്ക്സ് ടു ആൻഡ്രൂ സർ. സാറിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബേസിക് ഉണ്ടാക്കാൻ സാറിൻ്റെ ക്ലാസ് ഹെൽപ്പ് ചെയ്തായിരുന്നു. ദെൻ ജെലി മാം എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നത് മാം ആയിരുന്നു. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മാം. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് എക്സാം ആയിരുന്നു. ടഫും ആയിരുന്നില്ല, ഈസിയും ആയിരുന്നില്ല. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ഫയൽ ഞാനൊരു 3 to 4 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫയലിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു. കാൽക്കുലേഷൻ ഒരു 10 to 11 കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു 2 കാൽക്കുലേഷൻ മാത്രമാണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ മെറ്റീരിയലിലുള്ളതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ സ്ട്രക്ചർ ഒരു 2 to 3, 4 സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതും റിപ്പീറ്റഡ് ആയിരുന്നു. ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ബേസിക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ ബൈ ഹാർട്ട് പഠിക്കാതിരിക്കുക. മെറ്റീരിയൽസ് നന്നായിട്ട് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ഫയൽ ഒരു 3 to 4 ടൈം റിപ്പീറ്റ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇനി എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.